ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾ ഇന്ന് ഉറ്റുനോക്കുന്ന ഒരു സ്ത്രീയുടെ വിധി. നിമിഷപ്രിയ. യമനിൽ വധശിക്ഷ നേരിടുന്ന അവർ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആ ശിക്ഷ താൽക്കാലികമായി മാറ്റിവെക്കപ്പെട്ടു. എന്താണ് ഈ കേസിന്റെ ഉള്ളടക്കം? നിമിഷപ്രിയ എന്താണ് ചെയ്തത്? നിങ്ങൾ അറിയേണ്ടതെല്ലാം ചുരുക്കത്തിൽ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. 2008 നഴ്സായ നിമിഷപ്രിയ ജോലിക്കായി യമനിലേക്ക് പോയി. 2011 ടോമിയെ വിവാഹം ചെയ്തു. 2012 ഇരുവരും യമനിലേക്ക് സ്ഥിരതാമസത്തിന് എത്തി. ടോമി ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. നിമിഷ നഴ്സായി പ്രവർത്തിച്ചു. അവരുടെ സ്വപ്നം സ്വന്തം ക്ലിനിക്ക് തുടങ്ങുക. എന്നാൽ യമനിൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു ലോക്കൽ സ്പോൺസറെ ആവശ്യമുണ്ട്. ഇവിടെയാണ് തലാൽ അബ്ദുൽ മഹദി എന്ന യമനി പൗരൻ അവരുടെ സുഹൃത്തും സ്പോൺസറുമായി രംഗത്തെത്തുന്നത്. 2015 അദ്ദേഹത്തിന്റെ പേരിൽ അൽ അമാൻ ക്ലിനിക് ആരംഭിച്ചു. എല്ലാം നല്ല രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നിമിഷയുടെ മകളുടെ മാമോദിസയ്ക്കായി തലാൽ കേരളത്തിലും എത്തിയിരുന്നു. എന്നാൽ യമനിലെ ആഭ്യന്തര യുദ്ധം കഠിനമാകുന്നതോടെ കാര്യങ്ങൾ മാറി. ടോമിയും മകളും നാട്ടിലേക്ക് മടങ്ങി. ക്ലിനിക്ക് നോക്കാൻ നിമിഷ ഒറ്റയ്ക്കായി. ഇവിടെ നിന്നാണ് കഥ ഒരു ഡാർക്ക് ടേണിലോട്ട് മാറുന്നത്. തലാലിന്റെ പെരുമാറ്റം മാറി. അവളെ ഉപദ്രവിക്കുകയും വ്യാജ വിവാഹരേഖ ഉണ്ടാക്കി അവളെ ഭാര്യയായി കാണിക്കുകയും ക്ലിനിക്കിന്റെ വരുമാനം പിടിച്ചെടുക്കുകയും പാസ്പോർട്ടും സ്വർണവും കൈവശം വെക്കുകയും ചെയ്തു. രക്ഷപ്പെടാൻ വഴിയില്ലാതെ അവൾ ക്രൂരത സഹിച്ച് നിൽക്കേണ്ടി വന്നു. പോലീസുകാർ പറയുന്ന സ്റ്റോറിയും നിമിഷ പറയുന്ന സ്റ്റോറിയും കേൾക്കാം. യമൻ പോലീസ് പറയുന്നത് 2017 ജൂലൈയിൽ നിമിഷ കെറ്റാമിൻ നൽകി തലാലിനെ ബോധരഹിതനാക്കി കൊന്നു. എന്നിട്ട് സഹായിയായ ഹാനിന്റെ സഹായത്തോടെ മൃതദേഹം മുറിച്ച് വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു. രാജ്യം വിടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ നിലപാട് ഇതൊരു ക്രൂരമായ പദ്ധതിപൂർവമായ കൊലപാതകമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിമിഷയ്ക്ക് വധശിക്ഷയും ഹനാന് ജീവപര്യന്തവും വിധിച്ചു. എന്നാൽ നിമിഷയുടെ വാദം വേറെയാണ്. കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. തുടർച്ചയായി പീഡനം സഹിക്കാൻ കഴിയാതെ കെറ്റാമിൻ വെച്ച് ബോധരഹിതനാക്കുകയും പാസ്പോർട്ട് പിടിച്ച് രക്ഷപ്പെടാനായിരുന്നു ലക്ഷ്യം. മരുന്നിന്റെ അളവ് അപകടകരമായി കൂടുതലായി പോയി മരണത്തിന് കാരണമായി. മൃതദേഹം മുറിച്ചുവെച്ച കാര്യം ഓർമ്മയില്ലെന്നും സംഭവിച്ചത് അറിയില്ലെന്നും നിമിഷ പറയുന്നു. അതുപോലെ അറബിക് ചാർജ് ഷീറ്റിൽ വിവർത്തകനില്ലാതെ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതയായി. തലാലിന്റെ ക്രൂരതയ്ക്കുള്ള തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ അവസരമില്ലെന്നും നിമിഷയുടെ ആരോപണം. കുടുംബവും വക്കീലും അവളെ നിരപരാധിയാണെന്നും വാദിക്കുന്നു. നിമിഷയുടെ വധക്കേസ് എന്തുകൊണ്ട് മാറ്റിവെച്ചു? കേസ് ആഗോള ശ്രദ്ധ നേടി. കുടുംബവും കേരള സമൂഹവും മതനേതാവായ കാന്തപുരം AB അബൂബക്കർ മുസ്ലിയാർ വരെ ഇടപെട്ടു. യമൻ ഗോത്ര നേതാക്കളുമായി ചർച്ച നടത്തി താൽക്കാലിക മാറ്റിവെപ്പ് ഉറപ്പാക്കി. പക്ഷെ പ്രശ്നങ്ങൾ തുടർന്നു. യമനിലെ ആഭ്യന്തര യുദ്ധവും ഹൂതി നിയന്ത്രണവും ഇന്ത്യയുമായുള്ള പരിമിതമായുള്ള നയതന്ത്ര ബന്ധങ്ങളും ഇടപെടലുകൾ കൂടുതൽ കഠിനമാക്കി. മറ്റൊരു മാർഗം ബ്ലഡ് മണിയാണ്. കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി വധശിക്ഷ ഒഴിവാക്കുക. ഏകദേശം $1 മില്യൺ എന്ന് പറയുന്നത് ഏകദേശം 8.5 കോടി ഇന്ത്യൻ റുപ്പീസ് ആവശ്യമായേക്കാം. പക്ഷെ തലാലിന്റെ കുടുംബം, പ്രത്യേകിച്ച് സഹോദരൻ, ശക്തമായി ഇതിനെ എതിർക്കുന്നു. അവർ വധശിക്ഷയ്ക്ക് വേണ്ടി നിർബന്ധിതരാകുകയാണ്. സുപ്രീം കോടതിയുടെ അപ്പീൽ, രാഷ്ട്രപതിക്ക് നൽകിയ മാപ്പപേക്ഷ എല്ലാം റിജക്ട് ചെയ്തു. എന്നിരുന്നാലും 2021 നിമിഷയ്ക്ക് വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിമിഷപ്രിയയുടെ കേസ് കഠിനമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അവൾ സാഹചര്യങ്ങളുടെ ഇരയോ അല്ലെങ്കിൽ ക്രൂര കുറ്റക്കാരിയോ? സത്യാവസ്ഥ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഇന്ന് നിമിഷയുടെ ജീവൻ നിലനിൽക്കുന്നത് പ്രതീക്ഷയിലും പ്രതിഷേധത്തിലുമാണ്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്, ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.